നിങ്ങളെക്കാളും ഒരുപാട് അറിവുള്ളവൻ ഞാൻ തന്നെയാണ്. എനിക്കറിയുന്ന കാര്യങ്ങൾ ദുനിയാവിനെ കുറിച്ച്, ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച്, അവന്റെ ജീവിതത്തിന്റെ ഓരോന്നിനെ കുറിച്ചും ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എത്ര സന്തോഷം വന്നാലും ചിരിക്കില്ല. കാരണം ഇത് ദുനിയാവാണ്. ചിരിക്കണ്ട വന്നാൽ ഉറപ്പ്, തീർച്ച, കുറച്ച് മാത്രമേ നിങ്ങൾ ചിരിക്കുകയുള്ളൂ. വലബക്കൈതും കസീറാ, ഈ ചിരി നിങ്ങളുടെ മുഖത്ത് പ്രകടമാവൂല. പിന്നെ എപ്പോഴും മുഖത്ത് കാണുന്ന കണ്ണുനീരിന്റെ നീർച്ചാലായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനേ, നമുക്ക് എന്തുണ്ട്, എവിടെയുണ്ട്? എന്റേതെന്ന് പറയാൻ ഭൂമി ലോകത്ത് എന്തുണ്ട് നമുക്ക്? എന്റെ ഭാര്യയുണ്ടോ? എന്റെ മക്കളുണ്ടോ? എന്റെ സമ്പത്തുണ്ടോ? എന്റെ ജീവിതമുണ്ടോ? ഉണ്ടാക്കണം മുസ്ലിമേ. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. നാം ഇപ്പൊ ബാങ്ക് കേട്ടല്ലോ പള്ളി മിനാരത്തിലൂടെ. എന്താ വിളിച്ചു പറഞ്ഞത്? ഒരു മനുഷ്യന്റെ ജീവിത പാഠമാ, ഒരു മനുഷ്യന്റെ ജീവിത പാഠമാ വിളിച്ചു പറഞ്ഞത്. മുസ്ലിമേ, നിസ്കരിക്കുന്നവരെ നാം പറയാറുണ്ട്, ഉസ്താദേ അവൻ പള്ളി കയറൂല, നിസ്കരിക്കൂല. അതിന്റെ അർത്ഥം ഞാൻ നിസ്കരിക്കുന്നു എന്നല്ലേ? അങ്ങനെ പറയാനുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, അവൻ നിസ്കരിക്കില്ല, നോമ്പ് പിടിക്കില്ല, കടത്തുന്നകൾ കലവല വെച്ചിരിക്കുന്നവരാണെന്ന് പറയുമ്പോ അവനെ ആക്ഷേപിക്കലല്ലേ? അള്ളാഹുവിന്റെ വിളിനാഥമറിയോ? പള്ളി മിനാരത്തിലൂടെ 5 നേരം കണ്ണുപുടങ്ങൾ അരയടിക്കുന്ന തൗഹീദിന്റെ മധുരമന്ത്ര ധ്വനികൾ വിളിച്ചു പറയുന്നത് എന്റെ ജീവിത പാഠമാ. എന്റെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഭൂമി ലോകത്ത് ആർക്കും ഒന്നുമില്ല, ആരും ഒന്നുമില്ല, എവിടെയും ഒന്നുമില്ല. ഉള്ളതെല്ലാം അല്ലാഹുവാ. വലിയവനെന്ന് പറയാൻ അവന് മാത്രമേ അധികാരമുള്ളൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വലിയവന്നവൻ തന്നെ, അല്ലാഹു തന്നെയാണ് വലിയവൻ. എനിക്കൊന്നുമില്ല, ഒരു കഴിവുമില്ല. എന്നെ വെള്ളം നിറക്കാൻ കഴിവ് വേണോ? നാഥനായ റബ്ബിനിക്ക് കഴിവ് തരണം. ഞാൻ വാഹനത്തിൽ കയറി ഡ്രൈവ് ചെയ്യുമ്പോ എന്റെ വാഹനം മുന്നോട്ട് പോണോ? തൊട്ടൂറുണ്ടാകും, ബെഞ്ചിന് കുഴപ്പമുണ്ടാകില്ല, എന്നാലും വാഹനം മുന്നോട്ട് പോണോ? റബ്ബിന്റെ തൗഫീഖ് വേണം. ഈ മൈക്കൂടെ വർക്ക് ചെയ്യണോ? റബ്ബിന്റെ കുദറത്ത് വേണം. കറണ്ട് മാത്രം പോരാ, ഈ സാധനങ്ങൾ മാത്രം പോരാ, ഓപ്പറേറ്റർ മാത്രം പോ, റബ്ബിന്റെ തൗഫീഖ് വേണം. വേണ്ടേ, ഞാനിങ്ങനെ നാവരക്കിയാൽ ശബ്ദം വരോ? ഒട്ടും വരൂരല്ലോ. റബ്ബിന്റെ കുദറത്ത് വേണം, അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. ഭൂമി ലോകത്ത് നമുക്ക് ഒന്നുമില്ലല്ലോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ചിന്ത മറക്കല്ലേ മുസ്ലിമേ, ആ ചിന്ത മറക്കല്ലേ മുസ്ലിമേ. അല്ലാഹുവാണ് വലിയവൻ, ഞാൻ അവന്റെ അടിമയാൻ. അല്ലാഹുവാണ് എന്റെ ഉടമ, ഞാൻ അടിമയാ. ഉടമയായ റബ്ബിന് അടിമവേല ചെയ്യലാണ് എന്റെ ജോലി. ആ റബ്ബിനെ എങ്ങനെ നോക്കുന്നു? ഞാൻ ജോലി ചെയ്യുന്നുണ്ടോ? എന്റെ സഹോദര, നിങ്ങൾ ജോലി ചെയ്യുന്നവരാ. നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥന്മാരുണ്ടാകുമല്ലോ. നിങ്ങൾ പള്ളിക്കകത്ത് നിങ്ങളുടെ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പോ നിങ്ങളുടെ മുതലാളി നിങ്ങളെ വീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ, മേലുദ്യോഗസ്ഥൻ നിങ്ങളെ നോക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വേറെ ക്യാമറ പുതിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ചല്ലേ പെരുമാറൂ, അതനുസരിച്ചല്ലേ സംസാരിക്കൂ, അതനുസരിച്ച് ജോലി ചെയ്യില്ലേ? എന്നാൽ അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹുക്ക് വേണ്ടി മോനെ ജീവിക്കണം, അല്ലാഹുക്ക് വേണ്ടിയാ ജീവിക്കേണ്ടത്. ഭൂമി ലോകത്തെല്ലാം എനിക്കുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട് ചിന്തയോടെ ജീവിക്കല്ലേ. അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും, നീ അല്ലാഹുവിനെ കാണുന്നെങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹു നിന്നെ കാണുന്ന പോലെ, മേലുദ്യോഗസ്ഥനെ കണ്ടപ്പോ നിന്റെ ജോലിക്ക് സ്പീഡ് വന്ന പോലെ, നിന്റെ മുതലാളി കണ്ടപ്പോ നിന്റെ ജോലിക്ക് ഒരുപാട് ഖലാസ് വന്ന പോലെ,
പോലെ എന്നെ പടച്ച എനിക്ക് ഭക്ഷണം തന്ന, വായു തന്ന, വീട് തന്ന, വാഹനം തന്ന, ഭാര്യ തന്ന, എല്ലാവരും സുഖ സൗകര്യങ്ങളും തന്ന, എനിക്ക് ആരോഗ്യം, സിഹത്ത് തന്ന, കൂവത്ത് തന്ന നാഥനായ റബ്ബെന്നിങ്ങനെ നോക്കുന്നു. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എന്താ പറയുന്നത്? ഞാൻ എന്തൊക്കെയാ പിടിക്കുന്നത്? ഞാൻ എന്തൊക്കെയാ ചിന്തിക്കുന്നത്? ഞാൻ എന്തൊക്കെയാ വായിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോ മുസ്ലിമേ, അതാ അല്ലാഹു വിളിക്കുന്നു, മോനെ നിന്റെ പിന്നില് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. നീ പറയുന്നത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഈ മിനിറ്റിൽ ഈ സെക്കൻഡിൽ എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു, കൽബിലെന്ത് ചിന്ത വന്നോ, റഖീബ് എഴുതുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നാളെ അള്ളാന്റെ ഹദറത്തിൽ കൊണ്ടുവരും. അല്ലാഹു അക്ബർ. നമുക്കിവിടെ ഒന്നുമില്ല. ആ അല്ലാഹുവിന്റെ കൽപ്പന മാത്രമാണ് ജീവിതം. പിന്നെയും വിളിച്ച് പറയുന്ന വാക്ക് ചുരുക്കട്ടെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു വലിയവനാണെന്ന് അംഗീകരിച്ചാൽ മാത്രം പോരാ, ആരാധ്യനായ അല്ലാഹു മാത്രമേ ഉള്ളൂ, ആരാധിക്കപ്പെടാൻ അർഹത അല്ലാഹുവിനെ ഉള്ളൂ എന്ന ഉറച്ച ബോധം കൂടി വരട്ടെ. അല്ലാഹുവാണ് വലുത്, അവൻ തന്നെയാണ് ഉന്നതൻ, അവൻ തന്നെയാണ് ശ്രേഷ്ഠൻ, അവൻ തന്നെയാണ് വലിയവൻ. ഞാൻ വെറും ചെറുതാണ്, പോരാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹന്നവൻ മാത്രമേ ഉള്ളൂ. പിന്നെയും വിളിച്ചു പറഞ്ഞ വാചകം, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുസ്ലിമേ, എന്റെ കൽബ് കൊടുക്കണ്ട, എന്റെ കൽബ് കൊടുക്കണ്ട, എന്റെ കൽബ് കൊടുക്കണ്ട നേതാവ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. 14 നൂറ്റാണ്ട് മുമ്പ് മക്കയിൽ ജനിച്ച് മദീനയിൽ വഫാത്തായി. മദീന ശരീഫിലെ റൗളത്തുൽ മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് എന്തിനാ മുസ്ലിമേ 14 നൂറ്റാണ്ട് ശേഷം പള്ളി മിനാരങ്ങളിലൂടെ വിളിച്ചവർ നമുക്ക് ജീവിതത്തിന്റെ പാഠമാ. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന്, എന്ത് പറയണമെന്ന്, എന്ത് ചെയ്യണമെന്ന്, പിടിക്കണമെന്ന്, എങ്ങനെ ജീവിക്കണമെന്ന് ജീവിതത്തിന്റെ പൂർണ്ണമായ പാഠം പഠിപ്പിച്ചു തന്ന ആ ഹബീബ് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, എന്റെ നേതാവാണ്, എന്റെ നേതാവാണ്. നേതാവാകുമ്പോ അനുയായി പിൻപറ്റണ്ടയോ? പിൻപറ്റാത്ത അനുയായിക്കൊരു നേതാവില്ല. നേതാവെന്ന് പറഞ്ഞാൽ നേതാവൂല. എന്റെ മുഅ്മിനേ, അതാണ് ബാങ്കിന്റെ വിളിയാളം പഠിപ്പിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു വലിയവനാണെന്ന് സമ്മതിച്ചോ, അല്ലാഹു ആരാധനാണെന്ന് വിശ്വസിച്ചോ, ഉറപ്പിച്ചോ. ആ ഹബീബാണെല്ലാം, ആ ഹബീബിനാണ് എല്ലാം, ആ ഹബീബാണ് ജീവിതത്തിന്റെ പാഠം പഠിപ്പിച്ചത്. അത് മനസ്സിലാക്കി ജീവിക്കണേ. അങ്ങനെ അല്ലാഹു വലിയവനാണെന്ന് സമ്മതിച്ചു, അല്ലാഹുവിന്റെ ആരാധനത്തിൽ അല്ലാഹുവിന്റെ ആരാധ്യൻ അവനാണെന്നുറക്കെ പ്രഖ്യാപിച്ചു. നബിയുടെ നേതാവാണ്, ഹബീബാണ്, റസൂലാണെന്ന് പ്രഖ്യാപിച്ചെങ്കിൽ മുസ്ലിമേ, അങ്ങനെ ചെയ്തെങ്കിൽ മുസ്ലിമേ, അടുത്ത നിനക്ക് വന്നത് ഹയ്യാല സ്വലാ, ഹയ്യാല സ്വലാ. നിസ്കാരമാണ്, നിസ്കാരമാണ്, നിസ്കാരമാ, നിസ്കാരമാണ്. അതില്ലാത്ത മുസ്ലിമേ, എനിക്ക് ഈമാനുണ്ടോ? അൽ ഫർഖു ബൈനൽ മുഅ്മിനി വൽ മുസ്ലിമി അസ്സലാ. ഒരു മുസ്ലിമായ മനുഷ്യനെയും അമുസ്ലിമായ മനുഷ്യനെയും കണ്ടാൽ തിരിച്ചറിയുന്ന അടയാളം നിസ്കാരമാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം അമൽ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നു. ഏതെങ്കിലും ഒരു അമൽ എടുത്തിട്ട് ഹജ്ജ് ചെയ്തില്ലെങ്കിൽ മുസ്ലിമാന്ന് പറഞ്ഞില്ല, ഹജ്ജ് ചെയ്യാത്തവൻ മുസ്ലിമല്ല എന്ന് പറഞ്ഞില്ല, സക്കാത്ത് കൊടുക്കാത്തവൻ മുസ്ലിമല്ല എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിമല്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഉറപ്പിച്ച് പറഞ്ഞത്, മഹാന്മാരുടെ വരെയിട്ട് പറഞ്ഞത്, നിസ്കരിക്കാത്ത മുസ്ലിമേ, ബാങ്ക് കേട്ടാലും പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാലും, പള്ളിയുടെ മുന്നിൽ കച്ചവടം ചെയ്താലും, സംസാരിച്ചു കൊണ്ടിരുന്നാലും, TV കണ്ടുകൊണ്ടിരുന്നാലും, പഠിപ്പിച്ചു കൊണ്ടിരുന്നാലും, പഠിച്ചു കൊണ്ടിരുന്നാലും, ബാങ്കിന്റെ വിളികാലം വരുമ്പോ പള്ളിയിലേക്കൊന്നു പോയിക്കൂടെ? ഇല്ല, ചെയ്യാത്ത മോനെ, നിനക്ക് ആഖിറമില്ല, സ്വർഗമില്ല, ചിരിക്കുന്ന അസ്റാഈലില്ല, ഒന്നുമില്ല. ഹയ്യാല സ്വലാ.
നിസ്കാരത്തിലേക്ക് പൊയ്ക്കോ, ഉടൻ പൊയ്ക്കോ, ഉടൻ പൊയ്ക്കോ, ഉടൻ പൊയ്ക്കോ. നിസ്കരിക്കാത്തന്റെ ചെറുപ്പക്കാരനെങ്കിൽ മുഅ്മിനേ, നമുക്ക് മുസ്ലിം എന്ന പേര് വിളിക്കാം. സുബൈറെന്നും സത്താറെന്നും അയ്യൂബെന്നും അബ്ദുല്ലാന്നും മുഹമ്മദെന്നും മഹ്മൂദെന്നും എല്ലാ പേരും വിളിച്ചോ. പക്ഷെ അള്ളാഹുവിന്റെ റിക്കാർഡിൽ നിന്റെ പേര് അങ്ങനെയല്ല. മുസ്ലിം എന്നല്ല, മുഅ്മിൻ എന്നല്ല. ഒരു മുസ്ലിമായ മനുഷ്യന്റെ സ്ഥാനത്തിൽ നിന്റെ പേരില്ല. പിന്നെ പേരെന്നറിയോ? മുനാഫിഖ് എന്ന, അള്ളാനെ പറ്റിക്കുന്നവനെന്ന, കപട വിശ്വാസി എന്ന, അതേ വിശ്വാസം നടിക്കുന്നവനെന്ന. വിശുദ്ധ ഖുർആൻ ഇടപെട്ട് പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന ഫി ദർഖിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ കത്തിക്കാളുന്ന ഭയാനകമാകുന്ന തീക്കുണ്ടാരത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് അവനക്കുള്ള സ്ഥാനം. മറ്റുള്ളവർ മുകൾത്തട്ടിലാകുമ്പോ ഏറ്റവും തീയുള്ള, ഏറ്റവും കാഠിന്യമുള്ള, ഏറ്റവും ശിക്ഷയുള്ള ശിക്ഷയുടെ ഏറ്റവും വലിയ ഭവനമാകുന്ന നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടില അവനക്കുള്ള സ്ഥാനം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ മുഅ്മിനീങ്ങളെ, ഇന്നു മുതൽ നിസ്കാരം മുടക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണത്. ഹയ്യാലൽ ഫലാഹ്, അതാണ് വിജയം, അതാണ് വിജയം. അതിലൂടെയേ വിജയമുള്ളൂ. പിന്നെ അല്ലാഹു തആല പറയുന്ന അടുത്ത വാക്ക് വീണ്ടും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കുറച്ച് ഗൗരവമുള്ള വാക്കാണ് പിന്നെ പറയുന്നത്. നിസ്കരിക്കുന്ന മുസ്ലിമേ, നിസ്കരിക്കുന്നു, നിസ്കരിക്കുന്നു, ഞാൻ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു ഒക്കെ പറയാറുണ്ട്. അള്ളാഹു പിന്നെ പറയുന്നത് അല്ലാഹു അക്ബർ. അഹങ്കരിക്കണ്ട, അഹങ്കരിക്കണ്ട. നീ നിസ്കരിച്ചു, പക്ഷേ ഞാനത് സ്വീകരിച്ചോ നിനക്കുറപ്പുണ്ടോ? അവിടെയും ഞാനാണ് വലുത്. നിസ്കരിച്ചുകൊണ്ട് ഞാൻ നല്ലവനാണെന്ന് ധരിക്കല്ലേ. നിസ്കരിച്ചത് ശരി തന്നെയാ, നോമ്പെടുത്തത് ശരി തന്നെയാ, സക്കാത്ത് കൊടുത്തത് ശരി തന്നെയാ, സുഹൃത്തുക്കൾ ശരി തന്നെയാണ്. പക്ഷേ അല്ലാഹു അക്ബർ അത് വേണോ വേണ്ടോ തീരുമാനിക്കുന്നത് ഞാനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാന വാക്ക്, അവസാനമായി താങ്കൾ വിളിച്ചു പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ ജീവിച്ചോ, അങ്ങനെ തന്നെ മരിച്ചോ. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. നീ വിജയി എന്ന് പറയാൻ, ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയാൻ, നോമ്പെടുക്കുന്നു എന്ന് പറയാൻ, മറ്റുള്ളവർ നിസ്കരിക്കുന്നില്ല, നോമ്പെടുക്കുന്നില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയാൻ നിനക്ക് അധികാരമില്ല മോനെ. നീ വിജയാവുന്നപ്പോഴെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാന സമയത്തിന്റെ നാവ് ചലിക്കട്ടെ. അസ്രായീൽ വന്ന് വിളിക്കാൻ വരുമ്പോ കൂടെ പോകുന്നതിന് മുമ്പ് അവസാനം നീ ഒന്ന് പറഞ്ഞേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്.